ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യതീന്ദ്രൻ്റെ വീട്ടിൽ നിന്നും വിഗ്രഹം പോലീസുകാരെ എടുത്തു കൊണ്ടുവരികയാണ്. വിഗ്രഹം കിട്ടിയ സാർ എന്ന് പറഞ്ഞ് പോലീസിന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്തിനാണ് രാജീവ ഞാൻ നിൻ്റെ കയ്യിൽ നിന്നും വിഗ്രഹം വാങ്ങിക്കേണ്ട എന്താവശ്യമാണ് എനിക്കുള്ളത്? അപ്പോൾ രാജീവൻ പറയണ, അത് പിന്നെ യതീന്ദ്രൻ സാറല്ലേ എന്നോട് പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം വേണം, അതിന് ഈ വിഗ്രഹം വേണമെന്നല്ലേ എന്നോട് പറഞ്ഞത്, അങ്ങനെയല്ലേ ഞാൻ നിങ്ങൾക്ക് ഈ വിഗ്രഹം കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയുന്നത്, സാറേ ഇതൊക്കെ പച്ചക്കള്ളമാണ്, ഞാൻ ഇയാളോട് ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടുമില്ല, എനിക്ക് ഇയാളുമായിട്ട് ഒരു ബന്ധവുമില്ല, സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇവരൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് പറയുന്നത്, അതൊക്കെ നിങ്ങൾ കോടതിയിൽ തെളിയിച്ചാൽ മതി, തൽക്കാലം ഇപ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ എന്ന് പറയുമ്പോൾ പത്മ പറയുന്നത്, ഇല്ല സാർ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല, തൽക്കാലം ഇപ്പോൾ നിങ്ങളുടെ ആരുടെയും സമ്മതം ആവശ്യമില്ല എന്ന് പറഞ്ഞ് യതീന്ദ്രൻ്റെ കൈ അങ്ങ് പിടിക്കാൻ നോക്കുമ്പോൾ സൂര്യ അങ്ങ് തടയുകയാണ്. സാറേ ഇല്ല, അച്ഛനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, നിങ്ങളോടാണ് പറഞ്ഞത്, തൊണ്ടിമരുന്നിലടക്കം ഇവരെ ഇപ്പോൾ തൽക്കാലം എനിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ, അതിന് നിങ്ങളാരും തടസ്സം നിൽക്കണ്ട, അതല്ല നിങ്ങളെല്ലാവരും കൂടി തടസ്സം നിൽക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ കുടുംബത്തിൻ്റെ മുഴുവൻ പേരിലും എനിക്കിപ്പോൾ ഇക്കാര്യത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും, പിന്നെ പോലീസിനെ തടസ്സം നിൽക്കുന്നതിനുള്ള ശിക്ഷയും നടപടിയും അതും ചെയ്യേണ്ടി വരും, എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കും. അപ്പോൾ യതീന്ദ്രൻ പറയുന്ന, സൂര്യ, പത്മ നിങ്ങൾ തടസ്സം നിൽക്കണ്ട, ഇതിപ്പോൾ നമ്മുടെ കുടുംബത്തിനെതിരെ ഒരു തിരിച്ചടി തന്നിരിക്കുകയാണ് ഇവളും ഇവളുടെ ഭർത്താവും എന്ന് ഗംഗയെ ഉദ്ദേശിച്ച് പറയണം, അതുകൊണ്ട് ഇവർക്കിപ്പോൾ എന്നെയല്ലേ ആവശ്യം എന്ന് പറഞ്ഞ് യതീന്ദ്രൻ പോവാൻ ഒരുങ്ങുമ്പോൾ പത്മ പറയണ, നമ്മുടെ മോളുടെ വിവാഹ നിശ്ചയം. യതീന്ദ്രൻ പറയണ, പത്മ ഞാനിവിടെ ഇല്ലെങ്കിലും നമ്മുടെ മോളുടെ വിവാഹ നിശ്ചയം ഒരു തടസ്സവും പാടില്ല, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഭംഗിയായിട്ട് തന്നെ ആ നിശ്ചയം നടത്തിയിരിക്കണം എന്ന് പറഞ്ഞ് യതീന്ദ്രനെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസ് നിൽക്കുമ്പോൾ പോലീസിനോട് പറയണ, എനിക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കാനുണ്ട് സാറേ എൻ്റെ കുടുംബത്തിനോട്, അല്ലാതെ സാർ ഇങ്ങനെ ബഹളം വെക്കല്ലേ എന്ന് യതീന്ദ്രൻ പറയട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം യതീന്ദ്രൻ പോലീസുമായിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ വണ്ടിയിലേക്ക് കള്ളനടക്കം യതീന്ദ്രനും രാജീവും കൂടി കയറുകയാണ് കേട്ടോ. അങ്ങനെ രാജീവും കള്ളനും കയറിയ ശേഷം യതീന്ദ്രൻ കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും കൂടി യതീന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ വേദയും രഞ്ജിത്തും കതിർ മണ്ഡപത്തിൽ നിന്നും എണീറ്റും വരികയാണ് കേട്ടോ. എന്നിട്ട് വേദ യതീന്ദ്രനെ കെട്ടിപ്പിടിച്ച് ഡാഡി എന്ന് പറഞ്ഞ് കരയുകയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ വേദയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ പത്മയും കരയുകയാണ് കേട്ടോ. യതീന്ദ്രനെ കെട്ടിപ്പിടിച്ച് പത്മയും കരയുകയാണ്. എന്നിട്ട് എല്ലാവരെയും ആശ്വസിപ്പിച്ച ശേഷമാണ് യതീന്ദ്രൻ പോലീസുമായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയാണ്, നമ്മുടെ ഡാഡിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തി അവൾ അകത്തുണ്ട് മമ്മി എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും സൂര്യ ദേഷ്യം പിടിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഗംഗയാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി മണ്ഡപത്തിനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് പത്മഗംഗയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പത്മച്ചിയുടെ കുടുംബത്തോട് സഹകരിക്കണമെന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞപ്പോഴേ ഞാൻ സംശയിച്ചു തുടങ്ങിയതാണ്, അതിനു വേണ്ടി നീ ഗംഭീരമായ പ്ലാനുകൾ തന്നെയാണ് നടത്തിയത്, ഇപ്പോൾ നിന്റെ ജയിലിൽ കിടക്കുന്ന ഭർത്താവിനിപ്പോൾ സന്തോഷമായിട്ടുണ്ടാകുമല്ലോ, അതിനു വേണ്ടിയല്ലേടി നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അതെ, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നോട് എൻ്റെ ഭർത്താവ് സുദർശൻ ആവശ്യപ്പെട്ടത് പത്മയുടെ കുടുംബത്തിലെ ഒരാളെ കൊന്നു കളയണമെന്നുള്ളതാണ്, അതിനുവേണ്ടി മരണതുല്യമായ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്, അതുപോലെ സംഭവിച്ചില്ലേ? ഇപ്പോൾ യതീന്ദ്രനെ മകളുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ചടങ്ങിൽ വെച്ച് തന്നെ പോലീസുകാർ കൊണ്ടുപോയില്ലേ? നാളെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരാൻ പോകുന്നത് എന്താണെന്നോ? പത്മയുടെ കുടുംബത്തിൽ ഇത്രയധികം സ്വത്തുക്കളൊക്കെ വന്നതിൻ്റെ വഴി ഇപ്പം മനസ്സിലായില്ലേ എന്നായിരിക്കും. കള്ളന്മാരും കൊലപാതകിമാരുമാണ് നിങ്ങൾ എന്നുള്ളത് നാട്ടുകാർ മുദ്ര കുത്തും, അത് കണ്ടിട്ട് ഞാനും സുദർശനും സന്തോഷിക്കും. ഇപ്പോൾ നിനക്കൊരു മോഹമുണ്ടാവും, നിന്റെ ഭർത്താവിനെ നാളെ കുറേ വക്കീലന്മാരെയും കൂട്ടി പോയി സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കളയാമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല, അതിനും ഞാൻ തടയിട്ടിട്ടുണ്ട്. അത് കേട്ടതോടുകൂടി പത്മയ്ക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് പത്മഗംഗയുടെ കാരണം നോക്കി അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയതോടുകൂടി ഗംഗ പത്മയുടെ കൈ അങ്ങ് തടയുകയാണ് കേട്ടോ. എന്നിട്ട് കൈ അങ്ങ് തട്ടി മാറ്റിയ ശേഷം പറയുകയാണ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എൻ്റെ നേരെ നീ കൈ ഓങ്ങുന്നോ? അതൊരിക്കലും പാടില്ല, എൻ്റെ നേരെയല്ല കൈ ഓങ്ങേണ്ടത്, ഞാൻ നിൻ്റെ നേരെയാണ് കൈ ഓങ്ങേണ്ടത് എന്നും പറഞ്ഞ് പത്മയുടെ കാരണം നോക്കി ഗംഗ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഗംഗയുടെ കൈ അങ്ങ് തടയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സൂര്യ അവിടെ എത്തിയിട്ട് ഗംഗയുടെ കൈ അങ്ങ് തടയുകയാണ്. എന്നിട്ട് പറയണേ, എൻ്റെ അമ്മയുടെ നേരെ നീ കൈ ഓങ്ങാൻ നീ ആരുടെ? ഈ നിൽക്കുന്ന എല്ലാവരുടെ മുന്നിൽ വെച്ച് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്ക് എൻ്റെ അനിയത്തിയുടെ വിവാഹം ഒരു തടസ്സവും കൂടാതെ വിവാഹ നിശ്ചയം നടത്തണം എന്നുള്ളതാണ്, അത് എനിക്ക് നടത്തിയേ പറ്റൂ. ഇപ്പോൾ യതീന്ദ്രൻ സ്റ്റേഷനിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ
സൂര്യയോട് പറയുന്നുണ്ട് ഒരു തടസ്സവും കൂടാതെ ഈ വിവാഹ നിശ്ചയം നടന്നിരിക്കണം. അപ്പോൾ നന്ദിനിയും അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നന്ദിനിയും പറയുന്നുണ്ട് സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോളെ അച്ഛൻ ഒരു കുഴപ്പവുമില്ല, അച്ഛനെ ചതിയിൽപ്പെടുത്തിയതാണ്, അതുകൊണ്ട് നീയും സൂര്യയോടൊപ്പം ചേർന്ന് വേണം വേദയുടെ വിവാഹ നിശ്ചയം നടത്താൻ. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഭംഗിയായിട്ട് തന്നെ വേദയുടെ വിവാഹ നിശ്ചയം നടത്തണം. അതിന് ആര് തന്നെ തടസ്സം നിന്നാലും അത് സംഭവിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഏൽപ്പിച്ചിട്ടാണ് യതീന്ദ്രൻ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ആ ഒരു കാര്യമാണ് സൂര്യഗംഗയോട് പറയുന്നത്. എന്നിട്ട് സൂര്യഗംഗയോട് പറയാണ് ഈ വിവാഹം നിശ്ചയം നടത്താതിരിക്കാൻ വേണ്ടി നീ എൻ്റെ അച്ഛനെ പ്രതിയാക്കിയതിന് എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എൻ്റെ അച്ഛനെ കൊണ്ടുപോയ ഉടനെ തന്നെ നിൻ്റെ കഴുത്തിൽ എൻ്റെ കൈ വീണേനെ, എൻ്റെ കൈ കൊണ്ട് തന്നെ നിൻ്റെ കഴുത്ത് ഞാൻ വെട്ടിയേനെ എന്നങ്ങ് പറയട്ടെ. നീ എന്താടി എന്നെക്കുറിച്ച് കരുതിയത്? എന്നെയും എൻ്റെ കുടുംബത്തെയും നീ അങ്ങ് ഇല്ലാതാക്കാമെന്ന് നീ കരുതിയോ? എങ്കിൽ നീ ഒന്ന് കേട്ടോ, ഇവരെയൊക്കെ മാറ്റി നിർത്തി നിന്നെ ഞാനങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയാലുണ്ടല്ലോ നിന്നെ ഒരാൾക്ക് പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ഉടനെ ഗംഗക്ക് അങ്ങ് വാശി കയറാണ്. അപ്പോൾ ഗംഗ പറയണേ എങ്കിൽ അത് എനിക്കൊന്ന് കാണടടാ എന്ന് പറഞ്ഞ് സൂര്യ അങ്ങ് വെല്ലുവിളിക്കാൻ കേട്ടോ. എന്നിട്ട് ഗംഗ കൈ അങ്ങ് കൊട്ടിയതോടുകൂടി ഗംഗ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്ന ആ ഗുണ്ടകൾ എല്ലാവരും കൂടി അവിടേക്ക് അങ്ങ് വരിക കേട്ടോ. അപ്പോൾ അത് കാണുന്ന എല്ലാവരും അങ്ങ് അതിശയിച്ച് പോവാണ്. എന്നിട്ട് ഗംഗ പറയണേ നീ എന്താടാ എന്നെക്കുറിച്ച് കരുതിയത്? ഇതെല്ലാം തന്നെ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നിനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ നീ ഇവരെയൊക്കെ തല്ലി തോൽപ്പിക്കടാ. നിന്റെ അച്ഛനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി. ഇനി അടുത്തത് നിന്റെ തള്ളക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷ, നിന്നെ ഞാൻ എൻ്റെ ആളുകളെ കൊണ്ട് ഒന്ന് കളയിപ്പിക്കും. എന്നിട്ട് അത് കണ്ട് നിന്റെ തള്ള മരവിച്ച് നിൽക്കും എന്ന് പറഞ്ഞ ഉടനെ ആത്മ ഒച്ച എടുത്തോണ്ട് അങ്ങ് എടി എന്നങ്ങ് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗംഗ ഏർപ്പാടാക്കിയ ഗുണ്ടകളോട് പറയാണ് ഇവനെ തല്ലിക്കൊല്ലടാ എന്ന് സൂര്യയോട് അങ്ങ് പറയട്ടോ. അപ്പോഴത്തേക്കും സൂര്യ ഗുണ്ടകളുടെ നേരെ അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് എല്ലാവരെയും നിലംപരിശമാക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ അടിക്കാൻ വേണ്ടി ഓരോരുത്തർ വരുന്നു എന്ന് കണ്ട ഉടനെ വേഗം ചെല്ലുകയാണ്. എന്നിട്ട് ഗുണ്ടകളെ അടിച്ച് നിലംപരിശമാക്കുകയാണ്. ഒപ്പം തന്നെ രാജുവേട്ടനും ചെല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉദയനും ചെല്ലുകയാണ്. പിന്നീട് രാജീവും ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഗംഗയുടെ ഗുണ്ടകളെ എല്ലാവരെയും സൂര്യ അടക്കം എല്ലാവരും കൂടി തല്ലി ചതക്കുകയാണ്. എന്നിട്ട് എല്ലാ ഗുണ്ടകളും അടികിട്ടിയത് സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. വാടാ ഓടിക്കോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഓടിപ്പോവുകയാണ് കേട്ടോ. അതോടുകൂടി ഗംഗക്ക് പിന്നെ നിവൃത്തിയില്ലാതാവാണ്. അങ്ങനെ ഗംഗ തലയും താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ പത്മയുടെയും ഗംഗയുടെ അടുത്തേക്ക് വരിക കേട്ടോ. എന്നിട്ട് പത്മയോട് ചോദിക്കുകയാണ് ഇവരെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇവരെ അങ്ങ് കൊന്നു കളയട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പത്മ പറയണ വേണ്ട. എന്നിട്ട് ഗംഗയോട് പറയണേ ഇപ്പം നിനക്ക് എന്താടി പറയാനുള്ളത്? എൻ്റെ കുടുംബത്തിനെ കുറിച്ച് നിനക്ക് എന്ത് സംശയമാടിയുള്ളതോ? എന്നിട്ട് സൂര്യയോട് പത്മ പറയണ തൽക്കാലം ഇവളെ വിട്ടേക്ക്. എന്നിട്ട് ഈ ചടങ്ങ് നമുക്ക് എതിയേട്ടനോട് പറഞ്ഞതുപോലെ ഭംഗിയായി നടക്കണം എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയണ തൽക്കാലം അത് മാത്രമാണ് നിനക്കുള്ള ആയുസ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോ എന്ന് പറയട്ടോ. എന്നിട്ട് ഇവിടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് സൂര്യ. എന്നിട്ട് അങ്ങ് അമർത്തുകയാണ് കേട്ടോ. അപ്പോൾ ശ്വാസം കിട്ടാതെ ഗംഗ അങ്ങ് പെടയുകയാണ്. എന്നിട്ട് സൂര്യ ഗംഗയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുകയാണ്. ഇവിടെ വാടി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങ് വലിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഗംഗ നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ പറയാണ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ എൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബത്തേക്ക് ഞാനൊരു കയറി വരൽ വരും, എന്നിട്ട് നിന്നെ ഞങ്ങൾ തീർക്കും ഞാൻ പറഞ്ഞ് സൂര്യ അങ്ങ് കൈ അങ്ങ് അമർത്തുകയാണ് കേട്ടോ. അത്രയ്ക്ക് ദേഷ്യമാണ് ഗംഗയോട് സൂര്യക്ക് വരുന്നത്. എന്നിട്ട് നിലത്ത് കിടക്കുന്ന ഗംഗയോട് പത്മ പറയണ ഈ ചടങ്ങൊന്ന് കഴിയട്ടെ, എന്നിട്ട് നിന്നെ ഞാനൊന്ന് നേരിട്ട് കാണുന്നുണ്ട്, വാ സൂര്യ എന്ന് പറഞ്ഞ് പത്മ സൂര്യയും കൊണ്ട് വേദയുടെ നിശ്ചയം നടത്താനുള്ള കാര്യത്തിലേക്ക് കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ പത്മയ്ക്ക് മുന്നിൽ വീണ്ടും തോറ്റു എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഗംഗയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. അങ്ങനെ ചടങ്ങുകൾ ഭംഗിയായിട്ട് തന്നെ നടത്തുകയാണ്. എന്നിട്ട് ഉദയൻ്റെ അപ്പുറത്ത് നിൽക്കാൻ പറയാണ് സൂര്യയോട്. എന്നിട്ട് തലക്കുറി കൈമാറ്റമൊക്കെ ചെയ്യുകയാണ്. സൂര്യയാണ് അത് ഏറ്റുവാങ്ങുന്നത് ഉദയൻ്റെ കയ്യിൽ നിന്നും. അത് കഴിഞ്ഞ് ഉദയൻ രാജുവിൻ്റെ കയ്യിൽ മോതിരം കൊടുക്കുകയാണ്. അതുപോലെ വേദയുടെ കയ്യിൽ പത്മയും മോതിരം കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മോതിരം കൈമാറുന്ന ആ ചടങ്ങുകളും കഴിയുകയാണ്. രാജുവിൻ്റെ കയ്യിൽ വേദ മോതിരം ഇട്ട് കൊടുക്കുകയാണ് വിരലിൽ. അത് കഴിഞ്ഞ് രാജീവ് വേദയുടെ വിരലിലും മോതിരം ഇട്ട് കൊടുക്കുകയാണ്. വേദയുടെ അടുത്തേക്ക് ചെന്ന് പത്മ പറയാണ് അച്ഛൻ്റെ പ്രാർത്ഥനയും ഈശ്വരൻ്റെ അനുഗ്രഹവും നിന്നോടൊപ്പം ഉണ്ടാവും എന്നൊക്കെ പറയണം. ഇത് യതീന്ദ്രനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ശേഷം രാജീവിനെയും ആ തൊണ്ടി മുതലെടുത്ത കള്ളനെയും സെല്ലിനകത്തിടുന്നുണ്ട് കേട്ടോ. യതീന്ദ്രനെ മാത്രം പുറത്ത് നിർത്തുകയാണ്. അത് കാണുന്ന രാജീവും ആ കള്ളനും കൂടി പ്രശ്നമുണ്ടാക്കുകയാണ്. എന്നിട്ട് പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് കോൺസ്റ്റബിൾ പറയുകയാണ് ആ
കള്ളൻ വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. എന്തിന്? യതീന്ദ്രൻ സാറിനെ എന്തിനാണ് നിങ്ങൾ പുറത്തിരുത്തിയിരിക്കുന്നത്? ഇയാളും ഒരു കള്ളൻ തന്നെയല്ലേ? പിന്നെ എന്താ ഞങ്ങളോടൊപ്പം സെല്ലിനകത്ത് ഇട്ടാലേ എന്ന് പറഞ്ഞ് അവർ പ്രശ്നമുണ്ടാക്കുകയാണ് എന്ന് പറയട്ടെ. അങ്ങനെ പോലീസ് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താടാ നീ പ്രശ്നമുണ്ടാക്കുന്നത്? അത് പിന്നെ സാറേ, ഇയാളും കള്ളൻ തന്നെയല്ലേ? എൻ്റെ കയ്യിൽ നിന്നും തൊണ്ടി മുതൽ വാങ്ങിയിട്ടല്ലേ അയാൾ അവിടെ ഇരിക്കുന്നത്. അയാൾക്ക് എന്താ ഇത്ര പ്രത്യേകത? എന്തിനാണാവോ അയാൾ എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത്? ഞങ്ങളെപ്പോലെ സെല്ലിനകത്തല്ലേ ഇടേണ്ടത്? നീ ആരാടാ എന്നെ ചോദ്യം ചെയ്യാൻ? പോലീസിനെ ചോദ്യം ചെയ്യാൻ നീ ആരാടാ? നീ മര്യാദയ്ക്ക് ഇവിടെ കിടന്നോളണം. സാറിപ്പോൾ വരും. അത് കഴിഞ്ഞ് നിന്നോട് ചോദിക്കാനുള്ളതൊക്കെ സാറ് ചോദിച്ചോളും എന്ന് പറയട്ടെ. അപ്പോഴത്തേക്ക് DYSP അവിടേക്ക് വരികയാണ്. എന്നിട്ട് യതീന്ദ്രനെ കാണുന്ന സമയത്ത് അയാൾക്ക് തന്നെ വിഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് സാറിനൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയുന്നത്, എന്ത് ചെയ്യാനാണ് സാർ? ചിലരൊക്കെ ചേർന്ന് ചതിക്കാൻ ഒരുങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ. നമുക്ക് നോക്കി നിന്ന് പോവാനല്ലേ കഴിയൂ എന്ന് പറയട്ടോ. ഇനി വേദയുടെ ചടങ്ങ് കഴിഞ്ഞ ശേഷം സൂര്യയും വിവേകും കൂടി സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് വക്കീലുമായിട്ട്. പക്ഷേ യതീന്ദ്രനെ അവിടെ നിന്നും ഇറക്കി കൊണ്ടുപോകാനൊന്നും കഴിയില്ല കേട്ടോ. ഇനി കോടതിയിലേക്ക് തന്നെയാണ് യതീന്ദ്രനെ കൊണ്ടുപോകുന്നത്. അതുപോലെ പത്മയുടെ വീട്ടിലാണെങ്കിലോ നന്ദിനിയെ ഇട്ട് പൊരിക്കുന്നുണ്ട് പത്മയും മറ്റുള്ളവരും ചേർന്ന്. കാരണം ഗംഗ കൊണ്ടുവന്ന ആ വിഗ്രഹം സൂക്ഷിച്ചു വെച്ചതൊക്കെ നന്ദിനി ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വേദയൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വേദയുടെ ഫോണിലേക്ക് ഹിമയുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്. ഹിമ ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.